ഹലോ ഗൈസ്, അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ബീഫ് കട കണ്ടത്. അപ്പോൾ കുറച്ച് ബീഫ് മേടിച്ചേക്കാന്ന് വെച്ചു. ഇന്ന് വൈകിട്ടത്തേക്ക് ബീഫ് ആക്കാമല്ലോ. അങ്ങനെ ബീഫ് മേടിച്ച് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ആൾക്കാർ ഇതേ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ല പുലാവാണ്, പാകിസ്ഥാനി പുലാവാണ്. ആ പുലാവ് മേടിച്ച് റൂമിൽ വന്നു. പുലാവ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ബീഫിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫാണ്, വിത്ത് എല്ലാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ബീഫ് സെറ്റാക്കാൻ പോവാണ് കേട്ടോ. നേരെ കഴുകി സെറ്റാക്കിയെടുത്ത ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ നമ്മളിട്ടത് മീറ്റ് മസാലയാണ്, ബീഫിനുള്ള മസാലയാണ് പ്രത്യേകമുള്ളത്. അതും കൂടി ഇട്ടിട്ട് നേരെ കുക്കർ നമ്മൾ നേരെ അടുപ്പിലേക്ക് കയറ്റി വെച്ചു. ഇതേ അപ്പോൾ ബീഫിൻ്റെ പരിപാടി നടക്കുന്ന ഇടയ്ക്ക് വേദുവിനെ കൊണ്ട് അച്ചു വന്നിട്ടുണ്ട്. ആൾ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നില്ല. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് സബോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ബീഫിലേക്ക് ചേർക്കാൻ വേണ്ടി എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫ് കുക്കറിൽ നിന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും തക്കാളിയും എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിയാൻ പോകുന്നത് സബോളയാണ് കേട്ടോ. 2 സബോള എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് സെറ്റായിട്ട് കുക്കറിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സബോളയാണ് ഇട്ട് കൊടുത്തത്. സബോള നന്നായിട്ട് വഴന്നു തരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി നമുക്ക് സെറ്റാക്കി. പിന്നെ നമ്മൾ കീറി എടുത്ത് വെച്ച് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറകെ തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തക്കാളിയും സവോളയും കൂടെ നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് ബേ ലീഫും പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടി ഇട്ടതാണ്. ഇനിയാണ് നമ്മുടെ പൊടികളെല്ലാം ഇടാൻ പോകുന്നത് കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെ കൈ കിട്ടി എല്ലാ പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ബീഫ് എടുത്തിട്ടുണ്ട്. കുക്കർ തുറന്നപ്പോഴേക്കും ആവി പറക്കുന്നുണ്ട് ബീഫിൽ നിന്ന്. നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ബീഫ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ ബീഫ് മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല മണം വരാൻ തുടങ്ങി. ഞാൻ കുറച്ചുകൂടെ മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ബീഫ്. ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു. അങ്ങനെ എൻ്റെ ബീഫ് കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കുറേ നാൾ കൂടിയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. 1 മാസമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഉള്ളതുകൊണ്ട് അമ്മയെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുക്കള കയറേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പാചകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബീഫിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ട് പൊറോട്ടയും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും